ഹായ് ഡിയേഴ്സ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണത്തെ കോട്ടയം യാത്രയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പഴയിടം തിരുവല്ലയുള്ള പഴയിടം രുചി റെസ്റ്റോറൻറ്റിലാണ് കയറിയത് കേട്ടോ. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ അവരുടെ തന്നെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ സെയിലിന് വെച്ചിട്ടുണ്ട്. സാമ്പാർ പൗഡർ, രസം പൗഡർ, കുറച്ച് പിക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് സാമ്പാർ പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ നന്നായിട്ട് തോന്നി. വീട്ടിലുണ്ടാക്കുന്ന പൗഡറിൻ്റെ ഒരു രുചിയും മണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ദേ 2 പാക്കറ്റ് സാമ്പാർ പൗഡർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് സാമ്പാർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10-15 ചെറിയ ഉള്ളി അരമണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലി പൊളിക്കാനായിട്ട് എളുപ്പമാണ്. സാമ്പാറിൽ എപ്പോഴും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്, സവോള ചേർക്കുന്നേക്കാളും. അപ്പോൾ ഒരു 15 ചെറിയ ഉള്ളിയോളം ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് 1/4 കപ്പ് തുവരംപരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തു. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഉള്ളിയിൽ നിന്ന് ഒരു 8-10 എണ്ണം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം. 1/4 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായം, ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം എണ്ണ, ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ വേവിക്കണം. പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. തേങ്ങ വറുത്തരച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചിരകുന്നതിന് പകരം ഞാൻ ഇതുപോലെ ഒന്ന് കൊത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വറുക്കുന്ന സമയത്ത് തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും, മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ തേങ്ങ വേണം. അത് മിക്സിയിലിട്ട് 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് ആയി കിട്ടും കേട്ടോ. ഓണത്തിനൊക്കെ ആണെങ്കിൽ തലേദിവസം തന്നെ തേങ്ങ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനിനി സാമ്പാർ പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ പഴയിടത്തിൻ്റെ സാമ്പാർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൗഡർ ആയാലും മതി. അപ്പോൾ ഒരു ഏകദേശം 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ അളവിൽ പൗഡർ ഇട്ടിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഒരുപാട് സമയം അത് മൂപ്പിക്കൊന്നും വേണ്ട. പൊടി ഒന്ന് ചൂടായാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. ഇനി ബാക്കി സാമ്പാറിൽ ചേർക്കാനുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളി, കുറച്ച് മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി, സാധാരണ സാമ്പാറിൽ ചേർക്കുന്ന എല്ലാ പച്ചക്കറികളും ഉപയോഗിക്കാം. പിന്നെ ഇന്ന് ഞാൻ ഇതിനകത്ത് സാമ്പാർ മുളകാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് ട്രിവാൻഡ്രത്തൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മുളകാണ്. ഇതിന് പകരം സാധാ പച്ചമുളകായാലും മതി. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റും ഒരു മണമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അധികം എരിവില്ലാത്തതുകൊണ്ട് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി കുറച്ചൊന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എണ്ണ ഞാൻ വളരെ കുറച്ചാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പം ബാക്കിയുള്ള പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഉൾപ്പെടെ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ട്, മുളക് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാമ്പാർ എത്രത്തോളം കുറുകണം അല്ലെങ്കിൽ എത്ര ലൂസായിരിക്കണം അതിനൊക്കെ അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി കുറുകിയിരിക്കുന്ന രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടു. ഇനി കുറച്ച് കറിവേപ്പിലയും കായപ്പൊടിയും ഒരു 1/2 ടീസ്പൂണൊക്കെ മതി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഷ്ണങ്ങൾ പകുതി വേവാവുന്നത് വരെ അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റായിട്ട്, ഒട്ടും തരിയില്ലാത്ത ഒരു പേസ്റ്റായിട്ട് അരച്ച് വെക്കണം. അപ്പോഴേക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത്, തേങ്ങ നല്ലപോലെ ഒട്ടും തരിയില്ലാതെ തന്നെ അരയ്ക്കണം കേട്ടോ. പിന്നെ വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പുളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളി, ഉപ്പ്, കായം എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പാകത്തിനുണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ എല്ലാം ആവശ്യത്തിന് വെന്ത് വരട്ടെ.
അപ്പോൾ ദേ നമ്മുടെ സാമ്പാർ ഏകദേശം റെഡിയായി. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി കുറുകിയിട്ടും അല്ല. അപ്പോൾ ഇത് ചോറിനായാലും ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ ആയാലും നല്ലതാണ്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം കറക്റ്റ് വേവാണേ, ഒത്തിരി വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. വെണ്ടയ്ക്ക ആയാലും ഉരുളക്കിഴങ്ങായാലും ഒക്കെ അതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് താളിച്ചും കൂടി ചേർക്കണം. അപ്പോൾ കടുകിട്ടു, വറ്റൽമുളക്, കറിവേപ്പില. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്കൊരു 1.5 ടീസ്പൂണോളം സാമ്പാർ പൗഡറും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി ഒത്തിരി കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, ആ ചൂട് എണ്ണയിലോട്ടൊന്ന് ഇട്ടാൽ മാത്രം മതി. അത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറുത്തിട്ട് അതിനകത്തോട്ട് വറ്റൽമുളകും മല്ലിയൊക്കെ അതുപോലെ തന്നെ ചേർത്ത് വറുത്തരച്ച് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ആദ്യത്തെ റെസിപ്പിയാണ്. കൂടുതൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.